കഥ കസേരകളി കഥകളി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്ത് പിണറായി സഹാവിന്റെ നേതൃത്വത്തിൽ ഗംഭീര സമരം നടന്നു. കേരളത്തിൽ നിന്ന് മന്ത്രിമാരും MLA-മാരും അടക്കം നിരവധി സഹാക്കളും പിന്നെ രാജ്യത്ത് അവശേഷിക്കുന്ന ബാക്കി സഹാക്കളായ ദേശീയ സഹാക്കളും സമരത്തിൽ പങ്കെടുത്തു. यहाँ पे पिनराई विजयन साहब बैठे हैं. ആയിരിപ്പല്ല, മറ്റത് अगर केरला के लोगों को उनके हक के फंड नहीं दिए जाएंगे तो काम कैसे चलेगा, सरकार कैसे चलेगी? സമരത്തിന് ഐക്യദാർഢ്യവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തിയപ്പോൾ സഹാക്കൾക്കൊക്കെ വലിയ സന്തോഷമായി. പക്ഷെ പ്രസംഗിച്ചത് കേട്ടപ്പോൾ അങ്ങേര് വരണ്ടായിരുന്നു എന്ന് പിണറായി സഹാവിന് പോലും തോന്നിപ്പോയി. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ല പിണറായി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റുമോ, അതും ഈ സമയത്ത്? विजयन साहब यहाँ पे अपने घर के लिए, अपने परिवार के लिए पैसे मांगने नहीं आए. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. अपने बच्चों के लिए, अपने बीवी बच्चों के लिए पैसे मांगने नहीं आए. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. वो केरला के लोगों के लिए पैसे मांगने आए आज. കർണാടകം നടത്തിയ സമരത്തേക്കാൾ അടിപൊളിയായിരുന്നു കേരളത്തിന്റെ സമരം എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും സമരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന് പോയവർ തന്നെ പറയണം, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു രീതി. വണ്ടർഫുൾ പ്രൊട്ടസ്റ്റ്. Congress is not in the protest, sir. But they are not came. Protest is over now. What do you think about Congress? ഏറ്റവും ഉജ്ജ്വലമായ വിജയമായി രാജ്യത്തിന്റെ സമരചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സംഭവമായി സമരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിക്കുന്നു. നെക്സ്റ്റ് സ്ട്രൈക്ക് ഞങ്ങൾ കേരളത്തിൽ പോയിട്ട് ആലോചിച്ചിട്ട് അടുത്ത സമരത്തിലേക്ക് കടക്കും. BJP ഇതര ഗവൺമെന്റുകളെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരും. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് എത്തിയതോടെ ആകെ ടെൻഷനിലാണ് പിണറായി സഹാവും പാർട്ടിയും. കേരളം 25 രൂപയ്ക്ക് കൊടുക്കുന്ന അരി തന്നെയാണ് ഈ 29 രൂപയ്ക്ക് കൊടുക്കുന്നതെന്നാണ് പുതിയ ക്യാപ്സ്യൂൾ. എന്തായാലും മന്ത്രിമാരും സഹാക്കളും എന്തിനെ പാർട്ടി ചാനലുമൊക്കെ കട്ടക്ക് ഇറങ്ങിയിരിക്കുകയാണ് അരിയെ സംരക്ഷിക്കാൻ. ഭാരതരി നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, 24-23 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരിയാണ് നമ്മൾ 29 രൂപയ്ക്ക് മലയാളി വാങ്ങാൻ നിർബന്ധിതമാകുന്നത്. സപ്ലൈകോ FCIയിൽ നിന്ന് കൃത്യമായും ആ ടെൻഡർ നടപടിയിൽ പങ്കെടുത്ത് ഈ കഴിഞ്ഞ നാൾ വരെയും അരി വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റേറ്റിൽ. അതേ FCIയിൽ നിന്നാണ് ഭാരതരി മാർക്കറ്റിലേക്ക് വരുന്നത്. ഒരു ക്വാളിറ്റി വ്യത്യാസവും വരുന്നില്ല, അതേ അരിയാണ്. അപ്പോൾ അത് 29 രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്ത് സൂക്ഷിക്കണമോ? വളരെ വളരെ സന്തോഷമാണ്. മാർക്കറ്റ് വിലയെക്കാട്ടും പകുതി വിലയ്ക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമാണ്. കൊള്ളുന്ന വിലയാണ്. 46 രൂപയാണ് വെളിയിൽ മാർക്കറ്റിൽ വില. ഇത് 29 രൂപ വലിയൊരു ആശ്വാസമാണ്. ഇത് തുടർന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. റേഷൻ കടയിൽ കിട്ടണ അതേ അരി തന്നെയാണ് ഈ ഭാരതരി എന്ന് പറഞ്ഞിട്ട് അവർ വിപണിയിൽ ഇറക്കിയേക്കണത്. അതിപ്പോൾ അവർക്കുള്ള ശക്തി കേന്ദ്രങ്ങൾ, അവരുടേതായ കേന്ദ്രങ്ങളിൽ മാത്രം നരേന്ദ്രമോദി സർക്കാരും BJP-കാരുടെ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഇപ്പോൾ ഈ ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്തിയതായത് എനിക്കറിവില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത് റേഷൻ കടയിൽ നിന്ന് സാധാരണ കിട്ടുന്ന അരി തന്നെയാണ്, അല്ലാതെ ഇത് വേറെ അരിയൊന്നുമല്ല. അതാണ് എനിക്കുള്ളൊരറിവ്. ഇത്ര മതി. അതാണ് എനിക്കുള്ളൊരറിവ്. ഇത്ര മതി. മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോൾ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോടെ. പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. എന്നാൽ ആ അരി തന്നെ സപ്ലൈകോ വഴി കേരളത്തിൽ കൊടുത്താൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അരി എന്ന് പറഞ്ഞാൽ വല്ല വിഷമമുണ്ടോ? അത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസമല്ലേ? ഞങ്ങൾക്ക് 10 കിലോ അരി 5 കിലോ പറ്റാറെന്ന് സർക്കാർ പറഞ്ഞല്ല.
ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് മണ്ടന്മാരാണെന്ന്. എന്ത് വിശ്വസിക്കും? സർക്കാർ അങ്ങനെ പലതും പറയും. അരി തരാം, പഞ്ചസാര തരാം, 5 ഏക്കർ വനഭൂമി പതിച്ചു തരാം, ചക്ക തരാം, മാങ്ങ തരാം, കറണ്ട് കത്ത് തരാം. അവർക്ക് എങ്ങനെ മോളിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അത് കേന്ദ്രത്തിന്റെ അരിക്ക് പകരം സപ്ലൈകോ അരി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് മാവേലി സ്റ്റോറുകൾ വഴി അരി കൊടുക്കുമെന്ന്. ഏത് നമ്മുടെ മാവേലി സ്റ്റോറോ? അതിന്റെ കാര്യം പറയാണ്ടിരിക്കുകയാണ് ഭേദം. ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, അവിടെ ഈ സാധനങ്ങളില്ല, തിരിച്ചു വരുന്നു. വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക? അത് മാവേലി പോയിട്ട് വരിക. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല സാർ. ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു, നിർത്തണം. ചിരിക്കണം. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഇട്ടാ കർണൻ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവില്ല. മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം നിർത്താൻ പറ്റും. മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? സാർ, CPI സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ, അവിടെ ദൂരത്തിന് കുറവില്ല. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നു എന്ന് ശ്രീ VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. വാർത്തകൾ എനിക്ക് അറിഞ്ഞൂടാ, അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. അതെ, എന്നെ ബോധിച്ചില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. പശുക്കളെ കുറിച്ച് അനാവശ്യം പറയാം. ഇയാള് ദിവസം പാല് കഴിക്കത്തില്ലയോ? അത് പശുക്കളായിരുന്നല്ലയോ? അത് ഉറപ്പൊന്നുമില്ലല്ലോ. വാർത്തകളാണ് സാർ. CPI സംസ്ഥാന കൗൺസിൽ നിരീക്ഷിച്ചാൽ, CPI സംസ്ഥാന കൗൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സാർ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് നശിച്ചത്.